ഒരു ഹായ് പറയൂ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വ്ളോഗ് ചാനൽ തുടങ്ങണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു സ്ഥലം ഇതാണെന്ന് തോന്നി. ഇത് വെട്ടുകാട് ചർച്ചാണ് കേട്ടോ. ട്രിവാൻഡ്രത്താണ് വെട്ടുകാട് ചർച്ച്. എല്ലാവർക്കും അറിയാം, മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന ചർച്ചാണ്, എല്ലാവരും വരാറുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വൈഫ് ആതിര, എൻ്റെ പേര് നിതിൻ. അത് ചർച്ചിൻ്റെ സൈഡ് ഭാഗമൊക്കെ. പിന്നെ ചർച്ചിൽ ഇടയ്ക്ക് ഉത്സവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ രസമായിരുന്നു കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ട്. എൻ്റെ സ്റ്റേജിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ട്, അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പുതുതായിട്ടൊരു മ്യൂസിയം തുടങ്ങിയിട്ടുണ്ട്, ചാപ്പേൽ മ്യൂസിയം. അതിൻ്റെ അകത്ത് കുറേ കാണാനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രാർത്ഥനാലയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുവഴിയാണ് കേട്ടോ പോകുന്നത്. ഈ സൈഡ് ഭാഗത്താണ് എൻ്റെ എൻട്രൻസ്. എന്നധികം തിരക്കില്ല. പിന്നെ വെയിലൊക്കെ ഉണ്ട്, കുറച്ച് വെയിലുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ഇതിലാണ് പോകണം. എല്ലാവർക്കും പോകാം, ടിക്കറ്റ് ഒന്നും എടുക്കില്ല, ഫ്രീ ആണ്, എല്ലാവർക്കും പോകാം. പിന്നെ വേണ്ട, ഇവിടെ ചെരുപ്പൊക്കെ ഇവിടെ വയ്ക്കുക. ഈ കബോർഡിൻ്റെ ഉള്ളിൽ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അകത്ത് പോകാം. പിന്നെ ഞങ്ങളതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി മെഴുകുതിരി കത്തിക്കണമായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് എൻ്റെ അമ്മ, അതാ മുന്നിൽ നിന്ന് പോകുന്ന അമ്മമ്മ. പിന്നെ ഞങ്ങൾ പോയി മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പോയി. ഇതിവിടെയാണ് കേട്ടോ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്. എല്ലാവർക്കും കത്തിക്കാൻ മെഴുകുതിരി. നല്ല മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ കത്തിക്കുന്നത്. മിസ്സിസ് ആതിര മെഴുകുതിരിയൊക്കെ പൊട്ടിക്കുന്നു. മെഴുകുതിരി കത്തിച്ചിട്ട് ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം. ചർച്ചിൻ്റെ മുന്നിൽ തന്നെയാണ് ബീച്ച്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ എന്നും കാണാറുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ ഐസ്ക്രീമൊക്കെ മേടിച്ചു പോകുന്നത്. അടുത്താണ് ചർച്ച്. ബീച്ചിൽ നോക്കുമ്പോൾ ചർച്ചിന് ഇങ്ങനെ കാണുന്നത്. പിന്നെ കുറേ നല്ല ആരുമില്ല, ഇന്ന് തിരക്കൊന്നുമില്ല, പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. കുറേ വർഷത്തെ ആഗ്രഹമാണ് ചാനൽ തുടങ്ങണം. ഇതാണ് അതിൻ്റെ ഒരു റൈറ്റ് ടൈം എന്ന് തോന്നി. അപ്പം ഈ സ്ഥലത്ത് തന്നെ തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം. കാരണം എല്ലാത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ആയിരുന്നാലും എൻഗേജ്മെൻറ്റിന് മുന്നേ ആയിരുന്നാലും നമ്മൾ ഇവിടെ നിന്നെല്ലാം തുടങ്ങുന്നത്. പിന്നെ അവർക്കും കടൽ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിന്ന് തുടങ്ങാൻ വെച്ചാൽ പറയാൻ പറ്റത്തില്ലല്ലോ എന്താവുമെന്ന്. ഇപ്പോൾ അടുത്തടുത്ത് വീഡിയോസ് ഇടാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിലും നടക്കാം. ഇതൊരു തുടക്കമായത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വെയിൽ കൊണ്ട് തളർന്നു വരുന്ന മിസ്സിസ് ആതിര. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയായിരുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടൊക്കെ. ഇതാണ് കേട്ടോ എൻ്റെ കാറ്. ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ, കന്യാകുമാരി ഹൈവേ ആണ്. അപ്പോൾ എല്ലാവർക്കും, ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി അടുത്തടുത്ത വീഡിയോസിലൊക്കെ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.